പേഴ്സണലി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സൈബർ സെക്യൂരിറ്റി ഓൺലൈൻ വഴിയുള്ള സ്കാം ഫ്രോഡുലൻസ് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആ എപ്പോഴെങ്കിലും? എന്റെ വീട്ടിൽ എന്റെ അമ്മ 5000 രൂപ പോയി. അയ്യോ, ഉം. അതൊന്നും അത് വെറുതെ വീട്ടിലിരുന്നതാണ്. മെയിൻ ടാർഗറ്റ് സ്ത്രീകൾ തന്നെയാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് മെയിൻ ടാർഗറ്റ്. ഇവരെ പെട്ടെന്ന് എല്ലാ ലിങ്കും ഓപ്പൺ ചെയ്യും. എല്ലാ ലിങ്കും ഓപ്പൺ ചെയ്യും. അപ്പോൾ ഏതോ ഒരു പേയ്മെന്റ് എന്തോ ചെയ്ത് നോക്കാനോ എന്തോ അടിക്കാൻ പറഞ്ഞു, അങ്ങ് അടിച്ചു കൊടുത്തു. 5000 രൂപ പോയി. പിന്നെ നമ്മുടെ ആ, ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരന്റെ വീട്ടിലുള്ള ഒരു സെർവന്റിന് ലോണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ലോണ് തരാം 2 ലക്ഷം തരാം, പക്ഷെ നിങ്ങൾ ഒരു 2000 രൂപ ഇങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ 2000-ന് പകരം അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയത് 10,000 ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഡീപ് ഫേക്ക് വഴി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ നൂഡാക്കിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടിയുണ്ട്. അതിൽ കുറച്ച് ഫ്രണ്ട്സ് പോയി വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്കാമുകൾ പല തരം സ്കാം. മാക്സിമം ഫോൺ ഉപയോഗിക്കാണ്ട് മാറ്റിയങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും പെടാണ്ട് ജീവിച്ചു പോവാ. ആക്ച്വലി ഇതിന് എനിക്ക് തോന്നുന്നു കംപ്ലൈന്റ് ചെയ്താലും നമുക്ക് ഒരു പരിധി ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ. Actually, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവുമെന്ന് ചോദിച്ചില്ലേ. ഇപ്പൊ സാധാരണക്കാർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ഹാക്കിങ്ങും. ഇവരാരും പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല. എന്താണ് മെയിൻ കാരണം? ഇവർക്ക് നാണക്കേടാണത്. അവര് പറയും അയ്യോ പറ്റിക്കപ്പെട്ടു എന്ന് പറയാനും. അത് മാത്രം അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു പരിഹാസം കൂടെ ഉണ്ടാവും.